ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹലോ ഗെയ്സ്, ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. പണിക്ക് കയറിയതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ചെയ്യാനോ എന്താ പറയുക ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. 11 മണിക്കൂർ പണി, ട്രാവലിങ് എല്ലാം കൂടി ആകുമ്പോൾ സമയമൊന്നും ഉണ്ടാകാറില്ല. വീഡിയോ എടുക്കാനും സമയം ഉണ്ടാകാറില്ല. ജസ്റ്റ് കുക്കിങ്ങും ഇപ്പോൾ ഏതാണ്ടെല്ലാം സെറ്റായി വരുന്നു. ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റാണ്, ഇത്ര ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായി. ഇന്ന് ലീവാണ്, ഇന്നും നാളെ ലീവാണ്. അതിൻ്റെ ഇടയിൽ വെഡിങ് ആനിവേഴ്സറി വന്നു. വെഡിങ് ആനിവേഴ്സറി അല്ല, നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം, ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് ആരും ഇല്ല, കസിൻസ് ഇല്ല, ആരും നമ്മളൊന്നിച്ചിട്ടില്ല, ഫാമിലി ആരും ഇല്ല. മൊത്തം ഷോകാവുന്നുള്ള അവസ്ഥയിലുണ്ടായ സാലറി വന്നിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പുതിയ കമ്പനിയുള്ള കുറേ ഫ്രണ്ട്സ്, അക്കോമഡേഷൻ, സ്വന്തം അക്കോമഡേഷൻ തന്നെ ഒരു 10 രൂപയുള്ളവർ, മൊത്തം മലയാളീസ്, കേരളം മൊത്തമുള്ള ആൾക്കാർ, കുറേ തിരുവനന്തപുരമുള്ള ആൾക്കാർ, എല്ലാവരും കൂടി എല്ലാം അടിച്ച് പൊളിച്ച് കൈമ തന്നു. അടിപൊളി പരിപാടി. ആ എന്താ പറയുക, നമുക്ക് ഗിഫ്റ്റ് കിട്ടി, മിച്ചർ ഗിഫ്റ്റ് കിട്ടി, പിന്നെ സ്വീറ്റ്സ് ഗിഫ്റ്റ് കിട്ടി, ആ എല്ലാം കിട്ടി. അടിപൊളി ഗംഭീര പരിപാടിയായിരുന്നു. കുറച്ച് ഡാൻസ് കളിച്ച് പാട്ട് പാടി, അങ്ങനെ കുറേ സമയം എല്ലാവരും ഒന്നിച്ച് നല്ല അടിപൊളിയായി സ്പെൻഡ് ചെയ്ത്. ഫുഡ് ബിരിയാണി അതൊരു കേക്കല്ല കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മുടെ ഒരായിരം പിറന്നാൾ അത് മതി, അതിൽ കൂടുതലൊന്നും. ഇത് മറ്റേ കട്ടി ഇത് മറ്റേ അനക റൂമിൽ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് വ്ലോഗ് ഗൈസ്. ഉണ്ണേ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ദേവിനി തേട്. ഇതിലെ കൂടുതൽ ഇനി എന്ത് കാണാളിയേ? ഇവിടെ ഒരു സൈഡ് ബിരിയാണി എങ്ങനെയാണോ? Yeah.
ജീവിതത്തിൽ കല്യാണം പോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് നമ്മളെ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി മാറി. എന്താ പറയുക, കസിൻസിനെയും ഫാമിലിയെയും ഫ്രണ്ട്സിനെ എല്ലാവരെയും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മളെ കല്യാണം എങ്ങനെയായിരുന്നു, അതോടനുബന്ധിച്ചുള്ള പരിപാടികൾ എങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരെയും നല്ലോണം മിസ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു കുറവ് കൂടെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ പറയുക, ആകെ 1 മാസത്തെ പരിചയമാണെങ്കിലും എല്ലാവരും കൂടി പരിപാടി അതിഗംഭീരമാക്കി തന്നു. ബിരിയാണി വെച്ചു, എല്ലാവരും ബിരിയാണി കഴിച്ചു. ഏതാണ്ട് 10-20-ലധികം ഒരു 10-25-30 ആൾക്കാർക്ക് ഉണ്ടായി. എന്താ പറയുക, പൈസയും എല്ലാം എന്താ പറയുക ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആദ്യമായിട്ട് വന്നതിൻ്റെ പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ അറിഞ്ഞില്ല. ആ ഒരു ദിവസം എല്ലാവരും കൂടി എല്ലാം അടിപൊളിയാക്കി തന്ന് ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞില്ല. എന്താ പറയുക, ഫുഡ് വെക്കലെല്ലാം എന്നാൽ ഉണ്ണി, ബിജോയ് എല്ലാവരും കൂടി, ബിജോയാണ് മെയിൻ, ഓളിന്നോട്ട് എല്ലാ കാര്യത്തിലും മുന്നിൽ. ആ ഒരു വീഡിയോ എടുത്താണ്ടില്ലേ, അത് എല്ലാം അതിഗംഭീരമാക്കി തന്ന ബിജോയ്. അതിൽ ഈ പാർക്ക് തന്നെ എടുത്തയാ. മൊത്തത്തിൽ അടിപൊളി, അതിഗംഭീരമായി. താങ്ക് യു. എന്താ പറയുക, സന്തോഷം എല്ലാവരോടും, ഒരുപാട് സന്തോഷം. എല്ലാ പരിപാടിയും അതിഗംഭീരമാക്കി തന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദി.